ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം മത പ്രചരണം ഒരു ബിസിനസ് ആണെന്നും അത് ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ലാഭം മാത്രം കൊയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ശൃംഖലയാണെന്നും ഈ കേരളക്കരയ്ക്ക് ആദ്യം കാണിച്ചു കൊടുത്തത് ഒരു പക്ഷേ എം അക്ബർ ആയിരിക്കാനാണ് സാധ്യത. മറ്റൊരുപാട് ഖുറാഫികളൊക്കെ ഉണ്ട്. കാരണം കെട്ടുകഥകളൊക്കെ മെനയുകയും മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ പേരിൽ മക്ബറകൾ ഉണ്ടാക്കി, ശ്മശാനങ്ങൾ ഉണ്ടാക്കി, അതിനെന്തൊക്കെയോ കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് നിയുക്തരായ ചില സംഘാടകർ ചേർന്ന് സ്വന്തം സമുദായത്തെ കഠിനമായി വഞ്ചിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നമ്മള് പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൊണ്ടും കൊടുത്തും പങ്കുവച്ചും മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യതിരിക്തമായി 6 വയസ്സുള്ള കുഞ്ഞിനോട് പോലും നിന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിച്ചത് എം അക്ബറിന്റെ പീസ് സ്കൂളിലൂടെയാണ്. ആദ്യം അവന്റെ കഴുത്തിലുള്ള കൊന്തയും നൂലും ചന്ദനക്കുറിയും ഒക്കെ അഴിച്ചു മാറ്റി വെക്കണം, അവന്റെ പേര് മാറ്റണം, അവനെ കൊണ്ട് ഷഹാദ ചൊല്ലിപ്പിക്കണം, ഹലാൽ ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ പറയുകയും അവസാനം കാഫിറുകളായ അവിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്നുമൊക്കെ 6, 7, 8 വയസ്സായ കുഞ്ഞുങ്ങളെ പാഠപുസ്തകത്തിലൂടെ നോട്ട്ബുക്കുകളിലൂടെ എഴുതിയും പറഞ്ഞും കഥരൂപത്തിലും ഒക്കെയാക്കി പഠിപ്പിച്ചത് എം അക്ബർ ആയിരുന്നു. ആ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇത്തരം വിഷം കുത്തിവെക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന ഒരു സംഘടനയും ഉണ്ടാക്കി ആ വിളക്കുമാടത്തിന്റെ പിന്നിൽ എത്രയെത്ര ആളുകളുടെ ജീവിതം ഇദ്ദേഹം തല്ലിച്ചതച്ചിട്ടുണ്ടാകും. സ്നേഹ സംവാദം എന്ന പേരിൽ ആദ്യം ഇദ്ദേഹം ചില ഉഡായിപ്പുകൾ രംഗത്തിറക്കി. സ്വന്തം മതപ്രമാണങ്ങൾ മാത്രമാണ് കുറ്റമറ്റത് എന്ന വ്യാജേന, ശരി അത് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ എന്ന വ്യാജേന അമുസ്ലിങ്ങളുടെ, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മതപ്രമാണങ്ങൾ തപ്പിയെടുത്ത് വായിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനകത്ത് അതൊക്കെ ഉള്ളത് ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നമ്മുടേത് മാത്രം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ളതും ഏറ്റവും കുറ്റമറ്റതും ശരിയായതുമാണ്, മറ്റതൊക്കെ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന പേരിൽ സ്നേഹ സംവാദങ്ങൾ ഉണ്ടാക്കി വെറുപ്പുൽപാദിപ്പിക്കുന്ന സംവാദങ്ങളാക്കി അത് മാറ്റി. രണ്ടാമതായിട്ട് ഇദ്ദേഹം സ്നേഹ സംവാദം എന്ന പേരിൽ പുസ്തകങ്ങൾ ഇറക്കി. ഇവരുടെ തന്നെ മാസികകൾക്കകത്ത് മുഴുവനും ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങളിൽ ഇന്ന ഇന്ന പോരായ്മകൾ ഉണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു. അപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ മതത്തെക്കുറിച്ച് നന്നായി പഠിക്കാൻ നിർബന്ധിതരായി. ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും ഉറുദുവും മലയാളവും ഒക്കെ വ്യത്യസ്തമായ ട്രാൻസ്ലേഷനുകൾ വാങ്ങിച്ച് വായിച്ച് പഠിച്ച് 2-3 ക്രിസ്ത്യാനികൾ ഒരു ഫോണും വെച്ച് ലാപ്ടോപ്പും വെച്ചൊന്നും നിവർന്നിരുന്നു. വാ നമുക്ക് സംസാരിക്കാം, നിങ്ങളുടേതാണ് ശരിയെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് വരാം, ഞങ്ങളുടേതാണ് ശരിയെങ്കിൽ നിങ്ങൾ അങ്ങ് സമ്മതിച്ചാൽ മതി, ഞങ്ങളിലേക്ക് വരണമെന്നില്ല. അങ്ങനെ സെബാസ്റ്റ്യൻ പുന്നയ്ക്കലുമാർ പിറവിയെടുക്കുന്നു. അനിൽകുമാർ അയ്യപ്പനും അനിൽ കൊടിത്തോട്ടവും അങ്ങനെ ചില ആളുകൾ പിറവിയെടുത്ത് അവരൊന്ന് നിവർന്നിരുന്നു ഖുർആനിന്റെ ട്രാൻസ്ലേഷനുകളുമായി, ഹദീസുകളുമായി. ആ സമയത്താണ് ജൂതൻ അടുത്ത തലവേദനയുമായി മുസ്ലിങ്ങളുടെ നിറും തലയിൽ അടിക്കുന്നത്. ക്ലബ് ഹൗസ് എത്ര ആയിരക്കണക്കിന് ആളുകൾക്ക് വേണമെങ്കിലും ഒരേ സമയം ചർച്ച ചെയ്യാനും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ലൈവ് പ്ലാറ്റ്ഫോമുകൾ. അതിലൂടെ ഇസ്ലാം എന്ന മതം എത്രയോ എയറിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഇന്നും അത് താഴേക്ക് ഇറങ്ങുന്നതേയില്ല. കാരണം അതിന്റെ സത്യസന്ധതയില്ലായ്മ തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും അപ്പ കൊണ്ടുവരും പ്രമാണം, ദാ ഇന്ന ഗ്രന്ഥം, ഇന്ന പേജ്, ഇന്ന ഖണ്ഡിക എടുത്തോ വായിച്ചോ നോക്കിക്കോ, അതിന്റെ ഉത്തരം അങ്ങ് പറയും. അങ്ങനെ പറഞ്ഞു ഒടുവിൽ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ കുത്തുബകളിൽ ഉസ്താദുമാര് അണികൾക്ക് ഉപദേശം കൊടുക്കാൻ തുടങ്ങി. ക്ലബ് ഹൗസ് പോലെയുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച് യുക്തിവാദികളുമായി മതം വിട്ടവരുമായി നിങ്ങൾ സംവദിക്കരുതേ, കാരണം നിങ്ങൾക്കറിയില്ല ഈ ഗ്രന്ഥങ്ങളൊന്നും, നിങ്ങൾ കണ്ടിട്ട് പോലും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെ ആദ്യമായി ഇദ്ദേഹം കേരളക്കരയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു. അതിനുശേഷം മതം മാറ്റമായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമത്രയും. അഖിലാഹാദിയയെ പോലെ തന്നെയുമല്ല തീവ്രവാദത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനും ഇദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു.
10-22ഓളം ആളുകൾ ഐസിസിലേക്ക് പോയി പൊട്ടിത്തെറിച്ചത് അത്രയും നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഘടനയും പീസ് സ്കൂളുമായി ഇന്റേണലായോ എക്സ്റ്റേണലായോ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹം മറ്റൊരു അജണ്ട കൂടി, കാരണം ഇത് ലാഭം മാത്രം കിട്ടുന്ന, ഒരിക്കലും ആരും പരാതിപ്പെടാത്ത ഒരു വ്യവസായമാണ് മതം. ഈ മതക്കച്ചവടം ചെയ്ത് ജീവിക്കാൻ അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു. സാക്കിർ നായിക് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പദവിയിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് ഇത്രയധികം സമ്പത്തുണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് മതക്കച്ചവടം ചെയ്തത്. MM അക്ബർ മതക്കച്ചവടം ചെയ്ത് തന്നെയാണ് സ്കൂൾ അടക്കം ഇതെല്ലാം ഉണ്ടാക്കിയത്. എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ് സ്ഥാപനങ്ങൾ, പണം, ഇതെല്ലാം ഉണ്ടാക്കിയത് അങ്ങനെ തന്നെയാണ്. ജൂതനെയും ഓൺലൈനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് ഒടുവിൽ മകന്റെ നിക്കാഹ് വരെ ജൂതൻ ഉണ്ടാക്കിയ മീഡിയയിലൂടെ ഓൺലൈനായിട്ട് കൊറോണ കാലത്ത് നടത്തിയത് നമ്മൾ കണ്ടു. ഇതെല്ലാം സാധാരണക്കാരന് പാലിക്കാൻ വേണ്ടി പറയുന്ന നിയമങ്ങളാണ്. ഇവർക്കിതൊന്നും ബാധകമേ അല്ല എന്നുള്ള നിലയ്ക്കാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് യുവാക്കളെ ഈ മതത്തിലേക്ക്, യുവതികളെയും ഒക്കെ ഈ മതത്തിലേക്ക് ആകർഷിച്ച് ഈ മതത്തിൽ കൊണ്ടുവന്ന് അവർക്കൊരു സ്പേസ് കൊടുത്ത് അവരെ കൊണ്ട് ഈ മതം വിട്ടത് ഇന്ന കാരണത്താലാണ് എന്ന് ട്യൂഷൻ കൊടുത്ത് പറയിപ്പിച്ച് പിന്നീട് അവരെ വച്ച് പരസ്യം ചെയ്തിട്ടാണ് അടുത്ത ആളെ വശീകരിച്ച് വിളിക്കുന്നത്. പ്രധാനമായും ഞാൻ കണ്ട പല ആളുകളും പറഞ്ഞത് മാതാവിനെ സ്നേഹിക്കാൻ സാധിക്കുന്നു. മറ്റു മതങ്ങളിലൊക്കെ മാതാവിനെ കൊല്ലാനാണോ പറയുന്നത്? എല്ലാ മതത്തിലും എനിക്ക് തോന്നുന്നത് അമ്മയെ ദൈവതുല്യമായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത്. പക്ഷേ ഇസ്ലാം മതം മാത്രമാണത്രേ. അപ്പോ ഈ മതം പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ സ്നേഹിക്കുന്നത് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ ഒരാള് മതം വിട്ടു. അബ്ദുറഹ്മാൻ എന്ന ആള് ഉണ്ണികൃഷ്ണനായി. അതിലെ കള്ളത്തരങ്ങളൊക്കെ പല എപ്പിസോഡുകളിലൂടെ ഞാൻ പൊളിച്ചതാണ്. അമ്മയെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് അമ്മ പറയുന്നുണ്ട്, മോൻ ഇപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇസ്ലാമായത്. പിന്നെ അപ്പോ അമ്മയെ കൂടി ഇസ്ലാം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് അത് എന്ന് എനിക്കറിയാം, ഇവരുടെ കള്ളത്തരങ്ങൾ എന്നുള്ളത് പോലെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കുകയാണ് ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ മറ്റൊരു അവതാരത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നോക്കാം, നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനീസ് സാഹിബ്, ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീവ്രവാദമായും ഭീകരവാദമായും ഒക്കെ ആളുകൾ പറയുമ്പോൾ എങ്ങനെയായിരുന്നു താങ്കൾക്ക് ഇസ്ലാമിലേക്കുള്ള താങ്കളുടെ കടന്നുവരവ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അൽഹംദുലില്ലാഹ്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. ഞാൻ ഒരു കാലത്ത് ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വിശ്വാസം എന്നുള്ളത് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ പോവുകയും മുസ്ലിം പള്ളിയിൽ മുന്നിൽ പോയി പ്രാർത്ഥിക്കുകയും ആ കൂട്ടത്തിൽ എല്ലാ ഹിന്ദു മതത്തിലായിരുന്ന സമയത്ത് എല്ലാ അമ്പലങ്ങളിലും തുടർച്ച പോകുമായിരുന്നു. ഞായറാഴ്ച ദിവസം എല്ലാ രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചു വന്നതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പഴയ എൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹവുമായിട്ട് ഞാൻ ഒരു തെറ്റിപ്പിരിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിനുശേഷം ഞാൻ അദ്ദേഹമായിട്ട് വീണ്ടും സുഹൃത്തുക്കളാവുകയും അദ്ദേഹം എനിക്ക് ഈ നിങ്ങൾ ആരാണ് സൃഷ്ടാവ് എന്നതിനെ പറ്റി പരിചയപ്പെടുത്തുകയായിരുന്നു. ആ കൂട്ടത്തിൽ അവ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിന്റെ മതഗ്രന്ഥം നീ എടുത്ത് തുറന്ന് വായിക്കണം. ഈ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ ഗ്രന്ഥവും നീ വായിക്കണം, എല്ലാ മതസ്ഥരുടെ ഗ്രന്ഥവും നീ വായിക്കണം. അതിലെന്താണ് പറയണമെന്ന് നീ അറിയണം. കാര്യം നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. ആ വാഹനം ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് വേണം നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. ആ വാഹനം ഓടിക്കുന്നത് തെറ്റായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളും അപകടത്തിലാവും, നമ്മളെ കൊണ്ട് മറ്റുള്ളവരും അപകടത്തിലാവും. അതേപോലെ ഏതൊരു വസ്തുവിനും അതിന് പുറകിൽ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. അതേപോലെ മനുഷ്യന് ഉള്ള ഒരു യൂസർ മാനുവൽ എന്ന് പറയുന്നത് അവരുടെ വേദഗ്രന്ഥങ്ങളാണ്. അതനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ അവനും അപകടത്തിലാവും, അവനെ കൊണ്ട് അവന്റെ സന്താനങ്ങളും അവന്റെ മാതാപിതാക്കളും അപകടത്തിലാവും. അപ്പൊ ഈ കൂട്ടത്തിൽ അവ എന്നോട് ഇതെല്ലാം പറയുകയും ഞാൻ ഇതൊന്ന് പഠിക്കണമെന്ന് വായിക്കണമെന്ന് അവനോടൊന്ന് തർക്കിക്കാൻ വേണ്ടിയെങ്കിലും, കാര്യം അവൻ എന്നോട് സ്നേഹത്തിന്റെ പുറത്താണ് അവൻ പറയുന്നത്, എടാ നീ ഒന്ന് വായിക്കരുത്, ജസ്റ്റ് അത് എന്താണെന്ന് അറിയും, അതെന്താണ് പറയുന്നതെന്ന് നീ മനസ്സിലാക്കുക എന്ന് ഞാൻ എന്നോട് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനത് ഇവനോടൊന്ന് തർക്കിക്കണമല്ലോ, ഇവ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അവനോട് തർക്കിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അൽഹംദുലില്ലാഹ് ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുന്നത്. ആ വായിച്ച കൂട്ടത്തിൽ ഹിന്ദുമത ഗ്രന്ഥത്തിൽ പറയുന്നത് നമസ്തേ പ്രതിമാസ്തേ, ദൈവത്തിന് പ്രതിമയില്ല. ഇതുപോലെ ബൈബിളിൽ പറയുന്നുണ്ട്, ഒരു വസ്തുവിന്റെ മുന്നിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്, ഒരു വസ്തുവിന്റെ രൂപം നീ ഉണ്ടാക്കി വെക്കരുത് എന്ന് ബൈബിളിൽ പുറപ്പാട് നിയമത്തിൽ പറയുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ വിശുദ്ധ ഖുർആൻ വായിക്കുകയും അതിൽ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, സൃഷ്ടാവിനെ അല്ലാതെ മറ്റു സൃഷ്ടികളെ ആരാധിച്ചാൽ നിങ്ങൾ നരകത്തിലാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട്
ഒരുപാട് തട്ടി ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് ഇസ്ലാം ദീനപരമായിട്ട് ജീവിക്കണമെന്നും അതേപോലെ പ്രവാചകന്റെ പാത പിൻപറ്റിയാൽ മാത്രമേ സ്വർഗ്ഗം ലഭിക്കുമെന്നും എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അത് കാരണമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ അൽഹംദുലില്ലാഹ് ഞാൻ ദീനിലേക്ക് വരാൻ കാരണമായത്. അതുപോലെ തന്നെ ഇസ്ലാമിനെ വെറുക്കുന്ന ഇസ്ലാം നിൽക്കൂ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. പടച്ചോൻ എന്തുകൊണ്ട് ഗുണം? ചുമ്മാ മനുഷ്യരിങ്ങനെ സുബ്ഹാനല്ലാഹ്, പരിശുദ്ധനാണ് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവ്വസ്തുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ ചാരിതാർത്ഥ്യം ഉണ്ടാകുന്ന ഒരു അല്ലാഹു ആണോ ഈ സോളാർ സിസ്റ്റം ഒക്കെ സൃഷ്ടിച്ച, ആകാശവും ഭൂമിയും കടലും കരയും പകലും രാത്രി ഇതൊക്കെ സൃഷ്ടിച്ച, കറുത്ത കരിമ്പാറ കെട്ടിനടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകളെ പോലും വ്യക്തമായി അറിയുന്ന നാഥ അല്ലാഹുവിന് അൽഹംദുലില്ലാഹ് എന്നൊരാൾ പറയുമ്പോഴത്തേക്കും അല്ലാഹു നിനക്കാണ് സർവ്വസ് പുളകം കൊള്ളുവാണോ? പഠിച്ചോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെ പുകഴ്ത്താനും പാടാനും വേണ്ടിയിട്ട് മാത്രമാണ് അത്രേ. അല്ലാഹു പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന്. അല്ലാഹു 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 111 പറയുന്നുണ്ട്, ഇന്നല്ലാഹു അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം തരാം, നിങ്ങളുടെ സമ്പത്തിങ് തന്നേരെ, നിങ്ങളെയും എനിക്ക് തന്നേരെ. അങ്ങനെ തന്ന ഒരുത്തനാണ് ഇന്ന് കോയമ്പത്തൂർ പാലക്കാടിനടുത്ത് ബോർഡർ വെച്ചിട്ട് പൊട്ടിത്തെറിച്ച് ചാവേറായത്. കാരണം അള്ളാഹുവിന് വേണ്ടിയാണിത്. കുറച്ച് അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക നമ്മുടെ ലക്ഷ്യം തന്നെ അതല്ലേ? അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കണ്ടേ, അള്ളാഹുവിന്റെ ലോകം സ്ഥാപിക്കണ്ടേ, അള്ളാഹുവിന്റെ നിയമം സ്ഥാപിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കുക. അപ്പോ ഇദ്ദേഹം ഹിന്ദു മതത്തിൽ നോക്കിയപ്പോൾ പ്രതിമകളുണ്ട്, വേറെ ദൈവങ്ങളുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ നോക്കിയപ്പോഴുണ്ട്. കാരണം പാടില്ല എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നെങ്കിലും നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോഴേക്ക് അത് കാണുന്നുണ്ട്. ഇസ്ലാമിൽ മാത്രം അതില്ല. ബൈബിളും ശരിയല്ല, ഗീതയും ശരിയല്ല, ഖുർആൻ മാത്രമാണ് ശരി എന്ന് അദ്ദേഹത്തിന് തോന്നി. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ അതിനൊക്കെ അടുപ്പം തോന്നിയത്. ശരി, പിന്നെ പ്രവാചക പാത പിൻപറ്റണം. എൻ്റെ പൊന്നനീഷേ, ഈ കാലഘട്ടത്തിലെങ്ങാനും പ്രവാചകന്റെ ചര്യ പിൻപറ്റിയാൽ അകത്താകുമേ. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം പ്രവാചകന്റെ ഏത് ചര്യ പിൻപറ്റിയാലും ഇന്ന് അഴി എണ്ണേണ്ടി വരുന്ന ഒരു നിയമ സംവിധാനമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരി, വെക്കുന്ന ആളുകളുണ്ട്. അതായത് കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് കഴിയില്ലല്ലോ. ആ ജീവിതം ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക്, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, സാധാരണ ഇപ്പോൾ നിങ്ങൾ ഹൈന്ദവ മതത്തിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചത്, അപ്പോൾ നിങ്ങളെ മാതാപിതാക്കൾ ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അവരെ സംരക്ഷിക്കരുതെന്നും അവരോടൊപ്പം താമസിക്കരുതെന്നൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കാറുണ്ട്. താങ്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് 2.5 വർഷമായെന്ന് പറഞ്ഞു. താങ്കൾ സെപ്പറേറ്റ് വേറെ വീട്ടിലാണോ താമസിക്കുന്നത്, അതല്ല താങ്കളുടെ മാതാവിനോടൊപ്പം കുടുംബത്തോടൊപ്പമാണോ താമസിക്കുന്നത്? അവിടെ നിൽക്കൂ. മതത്തിൽ നിൽക്കുമ്പോഴാണോ കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ എളുപ്പം, അതോ മതം വിട്ടാലാണോ? എന്തിനേറെ പോകുന്നു? ഒരു പെണ്ണിനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച പ്രവാചകനല്ലേ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചത്? ഭാര്യയെ ഉമറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു, വാപ്പ വിളിക്കുന്നുണ്ട്, ഹഫ്സ പോയിട്ട് വാ. ആ സാഹചര്യത്തില് ചെറിയ ഒരു ഇടവേള കിട്ടിയപ്പോഴത്തേക്കിന് അവിടെ മാരിത്രക്ക് വിദ്യയെ പിടിച്ചു കിടത്തി പണിയാൻ നോക്കിയ പ്രവാചകൻ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചതാരാണ്? 11 ഭാര്യമാരും 1 മണിക്കൂറുമുള്ള ലൈംഗിക വീഴ്ച, ഒറ്റ കുളി, വീറും വൃത്തിയുമില്ലാതെ ഇങ്ങനെ ഭാര്യമാരുമായി മത്തിയടുക്കിയതുപോലെ അരാജക ജീവിതം നയിച്ചതാരാണ്? അപ്പോൾ എളുപ്പം അത് തന്നെയല്ലേ? പ്രവാചകരെ, താങ്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി വപ്പയുടെ സഹോദരങ്ങളെയും ഉമ്മയുടെ സഹോദരങ്ങളെയും അവരുടെ മക്കളെ മുഴുവനും, അതായത് വാപ്പയുടെ സഹോദരങ്ങളുടെ മക്കളെ, ഉമ്മയുടെ സഹോദരങ്ങളുടെ മക്കളെ, ഇനി പുറത്തുള്ളവന്റെ മക്കളാണെങ്കിലോ ദാനം ചെയ്താൽ അത് സ്വീകരിക്കാം നിനക്ക്. ഇത്രയ്ക്കും ലൈംഗികത വാരിക്കോരി കൊടുത്തിട്ട്, ഇത്രയും പെണ്ണുങ്ങളെയും കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് അരാജകത്വ ജീവിതം നയിക്കാൻ പറഞ്ഞത് അള്ളാഹു അല്ലേ? കാണിച്ചു തന്നത് പ്രവാചകനല്ലേ? ഇ.പി. അബൂബക്കർ കാസിമിയുടെ പ്രഭാഷണങ്ങൾ എടുത്തു നോക്ക്. നിങ്ങൾക്ക് അവിടെ കള്ളു കുടിക്കാൻ നിങ്ങൾക്ക് ഏത് മദ്യം വേണം? ആ മദ്യം, ഈ മദ്യം, കുറേ മദ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഞാൻ വെറുതെ അതൊന്നും പഠിച്ച് വേസ്റ്റ് ആക്കിയില്ല എന്റെ സമയം. ആ മദ്യം, ഈ മദ്യം, എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. ഡോക്ടർ വാഷ്, എന്തൊക്കെ, അത് സോപ്പാണെന്ന് തോന്നുന്നല്ലേ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കക്ഷി. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ട് അള്ളാഹുമാകാത്തിരിക്കുന്നുണ്ട് എന്ന് ഇ.പി. അബൂബക്കർ കാസിമി പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോൾ ആ വ്യഭിചാരശാലയ്ക്കു വേണ്ടി, ആ വേശ്യാലയത്തിനു വേണ്ടി ഇവിടെ പണിയെടുക്കുന്ന നിങ്ങളെക്കാൾ
കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നത് ആരാണ് സഹോദര? ഒന്ന് വിവരിക്കാമോ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചത് കേട്ടല്ലോ. താങ്കൾ ഒരു അമുസ്ലിം ആയിരുന്നല്ലോ, ഇപ്പോൾ താങ്കൾ മുസ്ലിം ആയല്ലോ. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ മാതാപിതാക്കൾ ഇസ്ലാമിലല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ താങ്കൾ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴും താങ്കൾ അവരോടൊപ്പം തന്നെയാണോ ജീവിതം? അങ്ങനെയല്ല, അമുസ്ലിങ്ങളെ മിത്രമായി സ്വീകരിക്കരുതെന്നും അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ നമ്മൾ അവരുടെ ഗൈഡൻസ് സ്വീകരിക്കരുതെന്നുമൊക്കെ അവിശ്വാസികൾ, മതത്തിൽ നിന്ന് പുറത്തു പോയ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നതാണ് ചോദ്യം. നമ്മൾ എടുക്കാൻ പോകുന്നത് 9-ാം അധ്യായം. ഇത് ഖുർആനിലെ ഒരു ആപ്ലിക്കേഷൻ, പ്ലേ സ്റ്റോറിലെ ഒരു ആപ്ലിക്കേഷനാണ് ഖുർആൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 9-ാം അധ്യായമായ സൂറത്ത് തൗബയാണ്. തൗബയിലെ 73 നമുക്കൊന്ന് നോക്കണം. യാ അയ്യുഹൻ നബിയു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുൽ അലൈഹിം വമഅവാഹും ജഹന്നമു വബിഅ്സൽ മസ്വീർ. നബിയെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ, ചെന്നു ചേരാനുള്ള സ്ഥലം വളരെ ചീത്ത തന്നെ. അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. അടുത്തത് 58-ാം അധ്യായമായ മുജാദിലയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, 58, 57, 58 മുജാദിലയിൽ ആകെ കുറച്ച് വചനങ്ങളേ ഉള്ളൂ, 22, ഇത്രേ ഉള്ളൂ. അതിന് ഏറ്റവും ഒടുവിലത്തെ വചനമാണ്. നോക്കിയോ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവർ, അതായത് എതിർപ്പുകാർ, അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും. അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ. ഇനിയും ഇതിൽ തന്നെ ഒരു വചനം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, നോക്കി വന്നപ്പോൾ 5. തീർച്ചയായും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും എതിർത്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുന്നതാണ്. സുവ്യക്തമായ പല തെളിവുകളും നാം അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുമുണ്ട്. ചിത്രയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂട്ടുകാരെല്ലാം കൂടെ ബ്രെയിൻ വാഷിന് വിധേയാക്കി മതം മാറ്റി നസ്രിനാക്കി. ഈ കുട്ടി മതം മാറി ഇവരുടെ പിന്നാലെ പോയതറിഞ്ഞിട്ട്, ഒരേ ഒരു മകളാണ് ചിത്രയെന്ന് തോന്നുന്നു, അച്ഛന് ഹൃദയാഘാതം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് ചിത്രയോട് വിളിച്ചു പറഞ്ഞപ്പോൾ ചിത്ര ഒരു വിധത്തിലും ഈ അച്ഛനെ നോക്കാൻ തയ്യാറാകുന്നില്ല. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഒരു പ്രമുഖ TV ചാനലിൽ വന്നിരുന്ന് ചിത്ര പറയുന്ന അഭിമുഖമുണ്ട്. പിന്നീട് ചിത്ര വീണ്ടും നസ്രിനായി ഇസ്ലാം മതത്തിൽ നിന്ന് വീണ്ടും പൂർവ്വ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാലാണല്ലോ നമ്മൾ ഈ കഥകളൊക്കെ അറിയുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 72-ാമത്തെ വചനമാണ് ഈ മുസ്ലിങ്ങളിൽ നിന്ന്, ഇസ്ലാമിക പൗരോഹിത്യത്തിൽ നിന്നും പഠിപ്പിക്കപ്പെട്ടത്. അവരെന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: നബിയെ,
കപടവിശ്വാസികളോടും സത്യത്തെ നിഷേധിക്കുന്നവരോടും സമരം ചെയ്യണം. 1, അവരോട് പരുഷമായി പെരുമാറണം. കാരണം അവര് നരകത്തിലേക്ക് പോകാനുള്ള ടീമാണ്. അവരുടെ സങ്കേതം വളരെ മോശമാണ്. അതുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ സഹവർത്തിത്വത്തിനൊന്നും പോകണ്ട കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും അതിൽ മാതാപിതാക്കളൊന്നും ഇല്ലല്ലോ. ഇതെന്തിനാവശ്യമില്ലാത്തത് ഇങ്ങനെ പറയുന്നത്? അതിനാണ് അടുത്ത വചനവും കൂടി ഞാൻ കാണിച്ചത്. മുജാദില എന്ന് പറയുന്ന 58-ാമത്തെ അധ്യായത്തിലെ 22 വചനമേ ആകെ ഉള്ളൂ. അതിലെ 22-ാമത്തെ വചനം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, അതായത് മുസ്ലിമായ ഒരാൾ അള്ളാഹുവോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി അമുസ്ലിങ്ങളുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. സ്നേഹബന്ധം പുലർത്താൻ പാടില്ല. സ്നേഹബന്ധം പുലർത്തത്തില്ല അവർ. ഇനി അത് അവരുടെ പിതാക്കളോ, എഴുതി വെച്ചോ, അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ, മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ ബന്ധുക്കളാകട്ടെ ആരായിരുന്നാലും ശരി, അവരില് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഒരു ആത്മചൈതന്യം ഇടും. മറ്റവർക്കതില്ല. അപ്പോ ചിത്ര നസ്റിനായപ്പോൾ ആത്മചൈതന്യം ഇട്ടുകൊടുത്തു, നസ്റിൻ ചിത്രയായപ്പോൾ ആത്മചൈതന്യം തിരിച്ചെടുത്തു. ഇതാണ് ഈ വചനം. മാതാപിതാക്കളാകട്ടെ ആരായിരുന്നാലും ശരി. കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി ഭാഗം കൂടി കേൾക്കാം. കാരണം നുണകൾ പറയുമ്പോൾ ഇത് ആധുനിക കാലഘട്ടമല്ലേ, പിടിക്കപ്പെടത്തില്ലേ? അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണ്ടേ? അപ്പോൾ ഇനിയും ഇദ്ദേഹത്തിന് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കാര്യം പ്രവാചകൻ നിൽക്കൂ ഒരുപാട് തള്ളി മറിക്കല്ലേ. അപ്പോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പഠിപ്പിച്ച മതമാണത്രേ ഇസ്ലാം. അല്ല, മറ്റേ മതങ്ങളൊക്കെ പറഞ്ഞത് മാതാവിന്റെ കഴുത്തിൽ കത്തിവെക്കണമെന്നാണ്. മാതാവിനെയും പിതാവിനെയും ഒക്കെ രാവിലെ എഴുന്നേൽക്കുക, വെട്ടി തുണ്ടമാക്കുക, കറി വെക്കുക, ഫ്രൈ ചെയ്യുക, അവരോട് ഒരു കടമയും മറ്റൊരു മതവും പഠിപ്പിച്ചിട്ടില്ലേ? അല്ല, എനിക്ക് മറ്റു മതങ്ങളെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ മാതാപിതാക്കളെ ഫ്രൈ ചെയ്താണ് ദിവസവും തിന്നുകൊണ്ടിരിക്കുന്നത്. അവരാരും ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനായിട്ട് കൂടുതലൊന്നും വർണ്ണിക്കുന്നില്ല. ശരി, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. അപ്പൊ ഞാനിപ്പോ അൽഹംദുലില്ലാ, അനീഷ് അമുസ്ലിം ആയിരുന്ന സമയത്ത് അമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗമില്ല. പൊന്നാനിയിൽ പോയി അറ്റം വെട്ടി ഒരു വലത്തൊപ്പിയും ഇട്ടിട്ട് മുഹമ്മദ് അനീഷായി വന്നപ്പോൾ അമ്മയുടെ കാൽച്ചുവട്ടിൽ ഒരു പ്രകാശം കാണുന്നു, സ്വർഗം. എന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് അൽഹംദുലില്ലാ താമസം. 2.5 വർഷക്കാലമായി അൽഹംദുലില്ലാ. അപ്പോ 2.5 വർഷക്കാലമായി ഖുർആൻ പഠിച്ചിട്ടില്ല. ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് പരുഷമായി പെരുമാറുമെന്ന്. 2, അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കാത്തവരോട് ഒരു വിശ്വാസി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കാണുകയില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഒരു വിശ്വാസിയല്ല. സാധാരണഗതിയിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇസ്ലാമിക ആകെ ഇസ്ലാമിനെ ശരിയായി ധരിച്ചിട്ടുള്ള 2 പേരേ ഉള്ളൂ. 1 മുഹമ്മദ് അനീഷ്, 2 ഉണ്ണികൃഷ്ണൻ എന്ന അബ്ദുറഹ്മാൻ. മറ്റെല്ലാവരും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നവരാണ്. എല്ലാരെയും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ ഇനി അങ്ങ് തുനിഞ്ഞിറങ്ങുക. പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണോ അല്ലെങ്കിൽ ISSലേക്ക് പോവുകയാണോ എന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും പോയി, ചിലപ്പോൾ MM അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലൂടെ വന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും എന്താണ് അടുത്ത പരിപാടി, ഇസ്ലാം മതം സ്വീകരിച്ചു സിറിയയിലേക്കല്ലേ? സ്വാഭാവികം, മുൻകാല അനുഭവങ്ങളുണ്ട്. ആളുകളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണയുടെ പേരിലാണ്. കാരണം താങ്കൾ മനസ്സിലാക്കിയതുപോലെ അല്ല, അങ്ങനെ അമുസ്ലിങ്ങളെ കൊല്ലണം എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ. അമുസ്ലിങ്ങളെ മുഴുവനും കൊല്ലലാണ് വിശ്വാസിയുടെ ലക്ഷ്യം എന്നുണ്ടല്ലോ. അപ്പോ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു, നിങ്ങൾ വിശ്വാസിയായി. ഒരുപാട് പുതിയ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പോയിട്ടുണ്ട്, പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ചിലരൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ആ ഗ്രന്ഥം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തീവ്രവാദികളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. പത്രം വായിക്കുമ്പോഴും വാർത്താ ചാനലുകളിലൊക്കെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ പ്രതിസ്ഥാനത്ത് മുസ്ലിം നാമധാരികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആളുകൾ സംശയിക്കുന്നതാണ്. എന്നാൽ ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്.
ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളോട് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇത്തരത്തിൽ തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടം എനിക്ക് ഇവര് മാത്രമേ ഉള്ളൂ ശരിയായി ധരിച്ചിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ കൂടെ ധരിപ്പിക്കാൻ വന്നതാ. ഇപ്പോ എത്രയോ ആളുകൾ, ഇപ്പൊ മലദ്വാർ ഗോൾഡ് ഒക്കെ നമ്മൾ കാണുന്നില്ല, ഒക്കെ വിശ്വാസികൾ തന്നെയാണ്. സ്വന്തം കുഞ്ഞിന്റെ കഴുത്തറുത്ത് കൊന്നതും ഒരു ഉമ്മ തന്നെയാ. അതെങ്ങനെയാ? ഇബ്രാഹിം നബി സ്വപ്നം കണ്ടതുപോലെ മദ്രസാധ്യാപികയായ പാലക്കാട് സ്വദേശി ഷാഹിദയും സ്വപ്നം കണ്ടു. അള്ളാഹു ആകാശത്ത് നിന്ന് ആടിറക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. പക്ഷെ ആട് പോയിട്ട് ഒരു കൂട പോലും പടച്ചോണ്ട് ഇറക്കില്ല. അപ്പോ വിശ്വാസികൾ ചെയ്യുന്ന വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെ വിമർശനങ്ങൾ ഉണ്ടാകാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ അള്ളാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ്. ആ മുസ്ലിമിന്റെ മാതൃക ഖുർആനാണ്. ആ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ അന്യായമായി ഒരാളുടെ ജീവൻ അപഹരിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ അപഹരിച്ചതിന്റെ തുല്യമാണ്. അതേപോലെ ആ മുഴുവൻ മനുഷ്യരെ കൊന്നതിന്റെ ശിക്ഷയും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും. എന്നാൽ മറിച്ച് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവൻ രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ്. ഞാനൊരു വിശ്വാസിയാണ്. കാരണം നന്മകൾ ചെയ്ത് നാളെ എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. ശരിയാണ്. അതെങ്ങനെ ഇസ്ലാമുമായിട്ട് ബന്ധം ഉണ്ടാവുന്നത്? ഒരു മനുഷ്യന്റെ ജീവന് അത്രയേറെ പ്രാധാന്യം കൽപ്പിച്ച ഒരു മതമല്ലേ ഇസ്ലാം? ആ വചനം കൂടെ ഒന്ന് നോക്കാല്ലേ. അനീഷ് മുഹമ്മദ് ആയപ്പോൾ കൊടുത്ത ട്യൂഷന് ചെറിയ 1-2 അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞ വചനം ഇതാണ്. 5-ാം അധ്യായമായ സൂറത്തുൽ മഇദയിലെ 32-ാമത്തെ വചനമാണ്. നോക്കിക്കോളൂ. മിൻ അജ്ലി ദാലിക, അക്കാരണത്താൽ. അപ്പോൾ ആ കാരണം എന്താണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? 31-ലേക്ക് പോകണം. അപ്പോ അത് നമുക്കിത് നോക്കാം. അപ്പോൾ തൻ്റെ സഹോദരന്റെ മൃതദേഹം മറവു ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി നിലത്തു മാന്തി കുഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അവൻ പറഞ്ഞു, എന്തൊരു കഷ്ടം, എൻ്റെ സഹോദരന്റെ മൃതദേഹം മറവു ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലെയാകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായി തീർന്നു. ആദം നബിയുടെ 2 മക്കളും പെണ്ണ് കേസിൽ അടിയുണ്ടാക്കി ഒരുത്തനെ കൊന്നു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തോളിലിട്ടുകൊണ്ട് നടന്നു. ആ സമയത്ത് അള്ളാഹു 2 കാക്കകളെ കൊന്നിട്ട് ഒരു കാക്കയെ കൊണ്ട് ചുണ്ടുകൊണ്ട് മണ്ണ് മാന്തി അതിനകത്തിട്ട് കുഴിക്കകത്താക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ കക്ഷി പറയുന്നതാണ്, കാക്കയുടെ ബുദ്ധി പോലും എനിക്കുണ്ടായില്ലല്ലോ. ഇതാണ് സംഭവം. ഇനി മിൻ അജ്ലി ദാലിക, അക്കാരണത്താൽ കതബ്ന അലാ ബനി ഇസ്രായീൽ. ഇത് കണ്ടോ? ബനി ഇസ്രായീൽ, ഇസ്രായേല്യർക്ക് നാം വിധി നൽകി, മതനിയമം നൽകി. അന്നഹു മൻ ഖതല നഫ്സൻ. ഇനി ഇത് നോക്കാം. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി, മറ്റൊരാളെ കൊന്നതിനു പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഒരാളെ കൊല്ലാം. എങ്ങനെ? ഒരാളെ കൊന്നതിന് പകരം വേറൊരാളെ കൊല്ലാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ കൊല്ലാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ കൊല്ലുന്നതിനെ സംബന്ധിച്ച് ഇമാം അത്തുബരിയെ പോലെയുള്ളവർ പറയുന്നുണ്ട്, മതം വിട്ടവൻ ഭൂമിയിലെ കുഴപ്പക്കാരനാണ്, അപ്പോൾ കൊല്ലാം. അപ്പോൾ ഈ 2 കാരണങ്ങളാലും കൊല്ലാം. അതല്ലാതെ ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ, അതായത് ഇസ്രായേല്യരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആദമിന്റെ ആദ്യത്തെ 2 മക്കൾ, ഹവ്വ പ്രസവിച്ച ആദ്യത്തെ 2 മക്കൾ ഇരട്ടകളാണ്. അടുത്ത 2 മക്കളും ഇരട്ടകളാണ്. ആദ്യമുണ്ടായ ഇരട്ടകളില് രണ്ടാമതുണ്ടായ ഇരട്ടകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. അതിൽ ആരെ കെട്ടണമെന്നും തീരുമാനിക്കുക. എന്തായിരുന്നാലും ഒരു തന്തന്റെ തള്ളയുടെ മക്കളാണ്. ഇൻസെസ്റ്റ് ഉള്ളത് ഖുർആനിൽ തന്നെയാണ്. കാരണം രക്തബന്ധങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ ഖുർആൻ അനുമതി നൽകുന്നു. ഓക്കെ, അപ്പോൾ ഖുർആൻ പറഞ്ഞ ആളെ അല്ല മറ്റവൻ ഇഷ്ടപ്പെട്ടത്. സുന്ദരിയായ ഒരു പെണ്ണിനെ, ഇക്രിമത്തും അങ്ങനെ കണ്ട 2 പെൺകുട്ടികളാണ്. അപ്പോൾ പറഞ്ഞ ആളെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് സുന്ദരിയായ പെണ്ണിന് വേണ്ടിയിട്ട് 2 പേരും തർക്കമായി ഒരുത്തനെ കൊന്നു.
എങ്ങനെ മറവ് ചെയ്യണമെന്ന് അറിയില്ല കൊണ്ട് നടന്നു. അപ്പോഴാണ് അള്ളാഹു ഒരു കാക്കയെ കൊണ്ട് മറ്റൊരു കാക്കയെ കൊല്ലിച്ചു. ജീവജാലങ്ങളോട് പോലും നീതി പുലർത്താത്ത നീതിമാൻ. ശരി, എന്നിട്ട് ചുണ്ട് കൊണ്ട് മണ്ണ് മാന്തി ഇതിനകത്തിട്ടു, മണ്ണിട്ട് മൂടി. ഞാനും ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയായിരുന്നല്ലേ എന്ന് പിന്നീടാണ് ആദമിന്റെ മോന് തോന്നുന്നതും അങ്ങനെ ചെയ്തത്. ആ കാരണത്താൽ ബനു ഇസ്രായേലിയർക്കും മാത്രമുള്ള വിധി, ഇത് ലോക ജനങ്ങൾക്ക് മുഴുവനുമുള്ള വിധി അല്ല. അതിനകത്ത് പറയുന്നുണ്ട്, അക്കാരണത്താൽ ബനു ഇസ്രായേലിയർക്ക് നാം വിധി നൽകുകയുണ്ടായി. ഒരു മനുഷ്യനെ കൊന്നതിന് പകരം കൊല്ലാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ലാം. അതല്ലാതെ വല്ലവനും ഒരാളെ അതെല്ലാം വിഴുങ്ങിയിട്ട് അനീഷ് മുഹമ്മദിന് പഠിപ്പിച്ചു കൊടുത്ത ഖുർആനിന്റെ മാനവികത ഇതാണ്. ഇനി ഒരു വചനം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് 4-ാം അധ്യായമായ സൂറത്ത് നിസ ആണ്, 93. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ, അതായത് ഒരു മുസ്ലിമിനെ മനഃപൂർവം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അവന്റെ നേരെ അള്ളാഹു കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത ശിക്ഷയാണ് അവനു വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു മുസ്ലിമിനെ ആരെങ്കിലും മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ അവൻ എല്ലാ കാലത്തും നരകത്തിലായിരിക്കും. ഒരു മനുഷ്യനെ കൊന്നാൽ എല്ലാ കാലത്തും നരകത്തിലായിരിക്കും എന്നല്ല അള്ളാഹു പറഞ്ഞത്. അവന്റെ മേലെ കോപിക്കുമെന്നല്ല അള്ളാഹു പറഞ്ഞത്. ഒരു മുസ്ലിമിനെ ആരെങ്കിലും കൊന്നാൽ അവന് നരകവും കൊടുക്കും, അവനോട് കോപിക്കുകയും ചെയ്യും, അവനെ ശപിക്കുകയും ചെയ്യും. കനത്ത ശിക്ഷ അള്ളാഹു നരകത്തിൽ അവൻ ഒരുക്കിയും വെച്ചിട്ടുണ്ട്. 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദയാണ് 33. നമ്മൾ നേരത്തെ വായിച്ചത് 32 ഇതാണ്. അക്കാരണത്താൽ ബനു ഇസ്രായേലർക്ക് വിധി നൽകിയത് നോക്കിയോ. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്തവർക്ക് കനത്ത ശിക്ഷയുമുണ്ടായിരിക്കും. നമ്മൾ കണ്ട ഈ 2 വചനങ്ങള്, ഈ 2-ൽ നിന്നും എന്തു മനസ്സിലായി? അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ആർക്കാണ്? ഒരു മുസ്ലിമിന്റെ ജീവൻ ഇമ്പോർട്ടന്റ് ഉണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവന്റെ ജീവനാണ് പ്രാധാന്യമുള്ളത്. 1-ാമത്തെ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. 2-ാമത്തെ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? അള്ളാഹുവിനോടോ അവന്റെ ദൂതനോടോ പോരാടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കുക, നിഷേധിക്കുക, വിമർശിക്കുക, നമുക്ക് തോന്നുന്ന ഇതിലെ ഇത്തരം സംശയങ്ങൾ പുറത്തു പറയുക. അവരെ കൊന്നൊടുക്കപ്പെടണം, ക്രൂശിക്കണം, നാടുകടത്തണം, എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ മുറിച്ചു കളയണം. ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇത് പഠിച്ച നമ്മളോടെ ഇതിന്റെ മാനവികത വിളമ്പാൻ വന്നിരിക്കുവാണ് ഒരു ഉണ്ണികൃഷ്ണൻ എന്ന അബ്ദുറഹ്മാനും ഒരു അനീഷ് എന്ന അനീഷ് മുഹമ്മദും. ഖുർആനിലെ ഈ മാനവികത കണ്ടിട്ടാണത്രേ ഇസ്ലാം എന്ന ചട്ടിയിലേക്ക് എടുത്തു ചാടിയത്. മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ഖുർആനിലെ ഇന്ന ആയത്തുകൾ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രകമ്പനം കൊള്ളിച്ചു എന്നുള്ളത്. ഖുർആൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം. ശരിയാണ്, യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം. വളഞ്ഞു നടക്കുന്ന ആളുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഖുർആൻ. എന്നിട്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗം ആളുകൾ വഴിതെറ്റിപ്പോകും, വലിയൊരു വിഭാഗം ആളുകൾ നേരായ പാതയിലേക്ക് വരുമെന്ന്. അപ്പൊ എന്താണ്, ഭ്രാന്ത് പിടിച്ച ആണോ ഈ വചനങ്ങളൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും. കാരണം അള്ളാഹു ഇറക്കുന്ന ഒരു ഗ്രന്ഥം സന്മാർഗം തന്നെ ആയിരിക്കണ്ടേ? ലഹരി പിടിച്ച ആളുകളൊന്നും എഴുതിയതല്ലല്ലോ ഇത്, ആണോ? കുറച്ച് ആളുകൾ നല്ലതിലേക്ക് വരും, കുറച്ച് ആളുകൾ ചീത്തയിലേക്ക് വരും. അപ്പൊ അള്ളാഹുവിനത് ഭൂഷണമാണോ? സന്മാർഗത്തിലേക്ക് വരുത്തുന്നതൊക്കെ അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ്. ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതോ അതും കക്ഷി തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് കക്ഷി തന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കും അത്രേ. കൊള്ളാം, അത് നല്ല ഐഡിയ ആണല്ലോ. ഇതേ മനുഷ്യാവകാശമുള്ള നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ചോദിക്കും, പഠിച്ചോനെ നീ സന്മാർഗം തന്നിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങ് വരത്തില്ലായിരുന്നു.
നീ ദുർമാർഗവും തന്നിട്ട് പിശാചിനെ വിട്ടിട്ട് ഞങ്ങളെയൊക്കെ വഴിതെറ്റിച്ചിട്ട് പഠിച്ചോ തന്നെ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും സന്മാർഗത്തിലാകുമായിരുന്നെന്ന്. കക്ഷിയോട്ടും നനയ്ക്കത്തുള്ളം നനച്ചാ നാം പുലിയെ പിടിപ്പേ ആന ഉശിരി പോനാലും നനയ്ക്ക മാട്ടേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ നമ്മുടെ തലയിൽ കൊണ്ടിടുക. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോ ഉണ്ണികൃഷ്ണനും അനീഷ് മുഹമ്മദും പോയി നന്നായിട്ട് ഒന്നും കൂടെ ഖുർആനൊക്കെ ഒന്ന് വായിച്ചിട്ട് വന്നേരെ നമുക്കൊന്ന് സംവദിച്ചേക്കാം.